Hello students. So അടുത്ത ടോപ്പിക് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ്. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം റൺ ചെയ്യുന്ന കമാൻഡിൻ്റെ കൂടെ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമാൻഡ് യൂസ് ചെയ്യല്ലോ. ആ കമാൻഡിൻ്റെ കൂടെ നമുക്ക് പ്രോഗ്രാമിലോട്ട് കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. വേണമെങ്കിൽ പാസ് ചെയ്യാം. ആ പാസ് ചെയ്യുന്ന ഇൻഫർമേഷനെയാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് പറയുന്നത്. അത് പ്രോഗ്രാം റൺ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കമാൻഡാണോ ആ കമാൻഡിൻ്റെ കൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ്. കമാൻഡിൻ്റെ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ടാണ്, കമാൻഡിൻ്റെ കൂടെ നമ്മൾ ഡേറ്റ പാസ് ചെയ്യുന്നത് കൊണ്ടാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളെ കേസിൽ ജാവ റൺ ചെയ്യുന്നത് നമുക്കറിയാം. കമാൻഡ് പ്രോംപ്റ്റിൻ്റെ മുകളിൽ നമ്മൾ ജാവ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജാവ കമാൻഡ് റൺ ചെയ്യുന്നത് അല്ലേ. ജാവ പിന്നെ നമ്മളെ പ്രോഗ്രാമിൻ്റെ പേരും പറയും, റൈറ്റ്? പ്രോഗ്രാം നെയിം ഓർ ക്ലാസ് നെയിം ഓഫ് ദി ക്ലാസ് വിച്ച് ഹാസ് ദി മെയിൻ മെത്തേഡ് അല്ലേ. അതാണ് നമ്മളിവിടെ കൊടുക്കുക ആർഗ്യുമെന്റ്. സോ ഇവിടെ ഇതിന് ശേഷം നമുക്ക് എന്തെങ്കിലും നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആയിട്ട് എടുക്കും. സോ ഈ 1ഉം ഈ 2ഉം ഒക്കെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആണ്. ഓക്കെ, സോ ജാവ ടേക്സ് ദീസ് ആസ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ്. സോ ഇതാണ് നമ്മുടെ കമാൻഡ് ലൈൻ. ആക്ച്വലി കമാൻഡ് ലൈൻ ഇതാണ്, കമാൻഡ് കൊടുക്കുന്ന ലൈൻ ഇതാണ്. ആ ലൈനിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ്. ഓക്കെ, സോ ഇത് ആക്സെപ്റ്റ് ചെയ്യും. നമ്മളെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഈ നമ്മൾ പാസ് ചെയ്ത ഇൻഫർമേഷൻ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. ആക്സെപ്റ്റ് ചെയ്യുന്നത് മെയിൻ മെത്തേഡിൻ്റെ അകത്താണ്. അത് ആക്സെപ്റ്റ് ചെയ്യാം. മെയിൻ മെത്തേഡിൻ്റെ അകത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും മെയിൻ മെത്തേഡിന് ഒരു ആർഗ്യുമെന്റ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എറേ, സ്ട്രിങ് എറേ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഈ ആർഗ്യുമെന്റ്സ് എറേയിലാണ് ആക്ച്വലി കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് സ്റ്റോർ ചെയ്യപ്പെടുക. നമ്മൾ പാസ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുള്ളൂ. നമ്മളൊന്നും പാസ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതുവരെ ആയിട്ട് നമ്മളൊന്നും പാസ് ചെയ്തിട്ടില്ല. നമ്മൾ പ്രോഗ്രാംസ് റൺ ചെയ്യുമ്പോഴൊന്നും കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ഇതുവരെ പാസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പം പാസ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാകുമ്പോൾ പാസ് ചെയ്ത ഇൻഫർമേഷനൊക്കെ നമുക്ക് റിട്രീവ് ചെയ്യുന്നത് പ്രോഗ്രാമിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുന്നത് ഈ ആർഗ്സ് എന്ന് പറഞ്ഞ എറേൻ്റെ അകത്തുനിന്നാണ് നമ്മൾ റിട്രീവ് ചെയ്യുക. ഇറ്റ്സ് എ സ്ട്രിങ് എറേ. മെയിൻ മെത്തേഡിൻ്റെ ആർഗ്യുമെന്റ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്, റൈറ്റ്? So a command line argument is the information that directly follows the program's name on the command line. കമാൻഡ് ലൈനിൻ്റെ കൂടെ പ്രോഗ്രാമിൻ്റെ പേരിന് തൊട്ടപ്പുറം നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, എന്തൊക്കെ ഡേറ്റ കൊടുക്കണം, അതൊക്കെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആയിട്ട് വരും. സോ ഇതിന് ശേഷം ഓക്കെ, സോ ആഫ്റ്റർ ദിസ് ഈ ഒരു പോയിന്റിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കണം അതൊക്കെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആണ്. ഓക്കെ, സോ ജാവ my class ഹലോ എന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഹലോ ഒരു കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ കമാൻഡ് ലൈൻ. ഇതാണ് കമാൻഡ് ലൈൻ. ഈ കമാൻഡ് ലൈനിൽ നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെന്റ് ആണ് ഈ ഹലോ എന്ന് പറയുന്നത്. അങ്ങനെ എത്ര നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ എല്ലാ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് നമുക്ക് ജാവ പ്രോഗ്രാമിൻ്റെ അകത്തുനിന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ആർഗ്സ് എന്ന് പറഞ്ഞ എറേ ആക്സസ് ചെയ്താൽ മതി. അതിൻ്റെ അകത്താണ് എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുക. ഓക്കെ, ദ ഫസ്റ്റ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് സ്റ്റോർഡ് അറ്റ് ആർഗ്സ് ഓഫ് 0, സെക്കൻഡ് അറ്റ് ആർഗ്സ് ഓഫ് 1. സോ ആ എറേൻ്റെ അകത്ത് ഇൻഡെക്സ് ഓർഡറിൽ നമുക്ക് അത് ആക്സസ് ചെയ്യാം. സോ ഈ കേസിൽ ഈ എറേൻ്റെ അകത്തെ ആർഗ്സ് എറേൻ്റെ അകത്ത് ഈ ഒരു കേസിൽ ആർഗ്സ് എറേൻ്റെ അകത്ത് ഹലോ എന്ന് പറയുന്ന ഒരു സിംഗിൾ ആർഗ്യുമെന്റേ ഉണ്ടാവുള്ളൂ. അതായത് ഈ എറേൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 ആയിരിക്കും, ആർഗ്സ് എറേൻ്റെ ലെങ്ത്. അതേസമയം നേരത്തെ പറഞ്ഞ ജാവ പ്രോഗ്രാം നെയിം 1, 2 എന്ന് പറഞ്ഞ് നമ്മൾ പാസ് ചെയ്തല്ലോ. ആ കേസിൽ 2 ആണ് ആ എറേൻ്റെ ലെങ്ത് വരും. 2 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ടല്ലോ, റൈറ്റ്? സോ ഞാനിവിടെ ജാവ മൈ ക്ലാസ് സ്ട്രിങ് 1 സ്ട്രിങ് 2 എന്ന് പറഞ്ഞ് ഇങ്ങനെ പാസ് ചെയ്യുന്നതാണെങ്കിൽ ഈ സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആണ്. അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ആർഗ്സ് എന്ന് പറഞ്ഞ എറയിലാണ്. സോ ആർഗ്സ് എന്ന് പറഞ്ഞ എറയിൽ 2 സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യും. ഒന്ന് സ്ട്രിങ് 1ഉം മറ്റേത് സ്ട്രിങ് 2ഉം. സോ ആർഗ്സ് എന്ന് പറഞ്ഞ എറേൻ്റെ ലെങ്ത്
2 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഈ മെയിൻ മെത്തേഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഫോർ ലൂപ്പ് വെച്ചിട്ട് ആർഗ്സ് എന്ന് പറഞ്ഞ എറേൻ്റെ അകത്തുള്ള എല്ലാ ആർഗ്സ് എന്ന് പറഞ്ഞ എറയിലുള്ള എല്ലാ എലിമെൻസും ആക്സസ് ചെയ്യുന്നത് കാണാം. ആർഗ്സ് ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്താൽ. സോ ഇത് എത്രയാണോ ഈ അറേൻ്റെ ലെങ്ത് അതിനനുസരിച്ച് ഈ നമ്പർ ഓഫ് ഐട്രേഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ 2 ആർഗ്യുമെൻറ്റാണ് പാസ് ചെയ്യുന്നതെങ്കിൽ 2 പ്രാവശ്യം 2 ഐട്രേഷൻസ് ഉണ്ടാവും. 3 ആർഗ്യുമെൻറ്റ്സ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ 3 ഐട്രേഷൻസ് ഉണ്ടാവും. ആൻഡ് this particular program will print all the command line arguments. Okay, so that is so നമുക്ക് command line arguments വേണമെങ്കിൽ നമുക്ക് നോക്കാം. we'll just go through a program. Okay, സോ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം. കമാൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ മെത്തേഡ് ഇട്ടിട്ടുണ്ട്. ആ മെയിൻ മെത്തേഡിന് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്തായാലും ആർഗ്സ് എറേ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് ആണ് ഈ ആർഗ്സ് എറേ എന്ന് പറയുന്നത്. ഇത് മെയിൻ മെത്തേഡിൻ്റെ പാരാമീറ്റർ ആണ്. ആക്ച്വലി മെയിൻ മെത്തേഡിൻ്റെ പാരാമീറ്റർ ഇറ്റ്സ് എ സ്ട്രിങ് എറേ. ഇത് ആർഗ്സ് എന്ന് പറഞ്ഞ പേര് തന്നെ നിങ്ങൾ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. എന്ത് പേരും കൊടുക്കാം കേട്ടോ. ഈ എറേൻ്റെ പേര് ആർഗ്സ് ആവണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, സോ ഞാൻ ഇവിടെ കമാൻഡ് ലൈൻ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എൻ്റെ പ്രോഗ്രാം അതിന് തയ്യാറായി നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാണ് ഏതൊക്കെയാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ ഇവിടെ കാണാം എന്ത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആണോ റിസീവ് ചെയ്തത് അത് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫോർ ലൂപ്പ് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട്. സോ എത്ര നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നത് നമുക്കൊരു തീർച്ചയില്ലല്ലോ. റൺ ടൈം ആണല്ലോ ഇത് പാസ് ചെയ്യപ്പെടുന്നത്. എത്ര നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്യാം. സോ അതുകൊണ്ട് എത്രയാണോ എന്ന് നമുക്ക് അറിയണ്ടെങ്കിൽ ആർഗ്സ് ഡോട്ട് ലെങ്ത് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാമിൻ്റെ അകത്തുനിന്ന് ആക്സസ് ചെയ്യാം. എത്ര നമ്പർ ഓഫ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആർഗ്സ് എന്ന് പറഞ്ഞാൽ എറേൻ്റെ ലെങ്ത് എന്താണ്. സോ എറേൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ആർഗ്സ് ഡോട്ട് ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ എവറി എറേ ഒബ്ജക്റ്റ് ഹാവ് എൻ ഇൻസ്റ്റൻസ് വേരിയബിൾ കോൾ ലെങ്ത്. ആ ലെങ്ത് എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസ് വേരിയബിൾ ഒരു ബിൽറ്റ് ഇൻ വേരിയബിൾ ആണ്. അത് എല്ലാ എറേ ഒബ്ജക്റ്റിനും ഉണ്ടാവും. ഓക്കെ, വേറെ ഒബ്ജക്ട്സിനൊന്നും ഉണ്ടാവില്ല, എറേ ഒബ്ജക്റ്റിന് എന്തായാലും ഉണ്ടാവും. സോ ആർഗ്സ് എന്ന് പറഞ്ഞാൽ എറേ ഒബ്ജക്റ്റ് ആണല്ലോ. എറേസ് ആർ കൺസിഡേർഡ് ആസ് ഒബ്ജക്ട്സ് ഇൻ ജാവ. സോ എറേ ഒബ്ജക്റ്റ് എന്ന് പറയാം. സോ ആർഗ്സ് എന്ന് പറയുന്ന എറേ ഒബ്ജക്റ്റിന്റെ ലെങ്ത് നമുക്ക് ആർഗ്സ് ഡോട്ട് ലെങ്ത്, ആർഗ്സ് എന്ന ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ എവറി ഒബ്ജക്റ്റ് ഹാവ് എൻ ലെങ്ത് വേരിയബിൾ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആർഗ്സ് ഡോട്ട് ലെങ്ത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ആക്സസ് ചെയ്യാം. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സൈസ് ഓഫ് ദി എറേ. അതായത് ആ എറേൻ്റെ സൈസ് ഡൈനാമിക്കലി ആണ് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, ഡൈനാമിക്കലി എന്ന് പറഞ്ഞാൽ റൺ ടൈം ആണ്. റൺ ചെയ്യുന്ന സമയത്താണല്ലോ നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നത്. സോ ഈ എറേൻ്റെ അകത്ത് എത്ര ആർഗ്യുമെന്റ്സ് വരണം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ എറേൻ്റെ അകത്ത് എത്ര എലിമെന്റ്സ് വരണം എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് റൺ ടൈം ആണ്. ഓക്കെ, സോ ഈ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ആ എറയിലുള്ള എലിമെന്റ്സ് ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് കാണാണ്. ആർഗ്സ് ഓഫ് ഐ. സോ ആർഗ്സ് ഓഫ് ഫസ്റ്റ് ഐട്രേഷനിൽ ആർഗ്സ് ഓഫ് 0, സെക്കൻഡ് ഐട്രേഷൻ ഉണ്ടെങ്കിൽ ആർഗ്സ് ഓഫ് 1, തേർഡ് ഐട്രേഷൻ ഉണ്ടെങ്കിൽ ആർഗ്സ് ഓഫ് 2, അങ്ങനെ. So depending on how many elements are there in the array, that much number of iterations will occur. So depending on how many arguments you have passed, അതനുസരിച്ചാണ് നമ്പർ ഓഫ് ഐട്രേഷൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ഞാനിത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ആദ്യം ഞാൻ കമ്പൈൽ ചെയ്യട്ടെ. ഇത് ഓൾറെഡി കമ്പൈൽ ചെയ്ത് വെച്ചതാണ്, എന്നാലും ഐ ആം കമ്പൈലിംഗ് ഇറ്റ് അഗെയിൻ. ജാവ സി കമാൻഡ് ലൈൻ ഡോട്ട് ജാവ. കമ്പൈലേഷൻ എറർ ഒന്നും വന്നിട്ടില്ല. ദെൻ ജാവ ഇതാണ് കമാൻഡ് ലൈൻ. ഇനിയിപ്പം ജാവ കമാൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമാൻഡ് ലൈൻ എന്ന് പറയുന്ന ആ ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. കമാൻഡ് ലൈൻ എന്ന് പറയുന്ന ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. അത് ജാവ എന്ന് പറയുന്ന ജാവ കമാൻഡ് വെച്ചിട്ട് ജാവ കമാൻഡ് ലൈൻ എന്ന് പറയുന്നിട്ടാണ് നമ്മൾ ആ കമാൻഡ് ലൈൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു കമാൻഡ് ഉണ്ടല്ലോ, നമ്മൾ ജാവ കമാൻഡ് ലൈൻ എന്ന് കൊടുക്കുന്ന കമാൻഡിനെയാണ്, ആ മൊത്തമായിട്ട് അതിനെയാണ് കമാൻഡ് എന്ന് പറയുന്നത്. അതിനെയാണ് കമാൻഡ് എന്ന് പറയുന്നത്. അതായത് അതൊരു പ്രോഗ്രാമിനെ നമ്മൾ വിളിക്കുകയാണ്, പ്രോഗ്രാമിനെ നമ്മൾ ലോഞ്ച് ചെയ്യാണ്, റൈറ്റ്. ജാവ കമാൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യാണ്. പ്രോഗ്രാം റൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് കമാൻഡ് നമ്മൾ കൊടുക്കുകയാണ്. പ്രോഗ്രാം റൺ ചെയ്യാനുള്ള കമാൻഡ് നമ്മളവിടെ കൊടുക്കുകയാണ്. സോ ജാവ കമാൻഡ് ലൈൻ, ഓക്കെ, അവിടെ അങ്ങനെ കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ
ഇൻഫർമേഷൻ പ്രോഗ്രാമിലോട്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൺ ചെയ്യുന്ന സമയത്താണല്ലോ ഇത് ചെയ്യുന്നത്. റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. സോ ഐ എം പാസിങ് 1 എന്ന് പറയുന്നത് ഒരു നമ്പർ പാസ് ചെയ്യണം. നമ്പർ ആണെങ്കിലും അത് സ്ട്രിങ് എറയിലോട്ടാണല്ലോ പോണത് അല്ലേ. ആർഗ്സ് എന്ന് പറയുന്ന സ്ട്രിങ് എറയിലോട്ടാണ് പോകുന്നത്. സോ അത് എന്തായാലും സ്ട്രിങ് ആയിട്ടാണ് പ്രോഗ്രാം അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ഇവിടെ കൊടുത്താലും അതിനെ സ്ട്രിങ് ആയിട്ടാണ് അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, ഞാൻ കൊടുത്തരം അത് പ്രോഗ്രാം ആക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. അതാണല്ലോ അങ്ങനത്തെ ആ കോഡാണല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. ഫോർ ലൂപ്പിൻ്റെ അകത്ത് നിന്ന് ഞാനത് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത് കണ്ടില്ലേ. സോ എത്ര പ്രാവശ്യം ആ ഫോർ ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്യും? ഓൺലി വൺസ്, ബിക്കോസ് ഞാൻ ഒരു ആർഗ്യുമെന്റിലേ കൊടുത്തുള്ളൂ. ആർഗ്സ് എന്ന് പറയുന്ന എറേന്റെ ലെങ്ത് എത്രയാണ്? 1 ആണ്, സൈസ് 1 ആണ്. സോ ഒരു പ്രാവശ്യം മാത്രമേ അത് ഐറ്ററേറ്റ് ചെയ്യുള്ളൂ, റൈറ്റ്. ഇനി ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ 2 കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ഞാൻ കൊടുത്തു. ആ സൈസ് എറേന്റെ സൈസ് ലെങ്ത് 2 ആവും. ഓക്കെ, ലെങ്ത് 2 ആവും. അങ്ങനെ 2 പ്രാവശ്യം ആ 2 പ്രാവശ്യം ഫോർ ലൂപ്പ് എൻ്റെ അകത്ത് നിന്ന് ഐറ്ററേഷൻസ് നടത്തും. ഫോർ ലൂപ്പ് വിൽ എക്സിക്യൂട്ട് twice അല്ലേ. അങ്ങനെ 2 പ്രാവശ്യം അത് 1ഉം 2ഉം പ്രിന്റ് ചെയ്യും. എനിക്ക് എത്ര വേണമെങ്കിലും കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാം. കണ്ടോ. സോ ഈ എറേൻ്റെ സൈസ് തീരുമാനിക്കപ്പെടുന്നത് റൺ ടൈമാണ്, എത്ര എലിമെന്റ്സ് ആ എറേൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇതിപ്പോൾ നമ്പേഴ്സ് ഞാൻ പാസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു നമ്പേഴ്സ് ആയാലും സ്ട്രിങ്സ് ആയാലും ഒക്കെ എല്ലാം സ്ട്രിങ്സ് ആയിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഞാൻ ഇവിടെ ഞാൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, text 1, text 2, text 3. സോ ഇതൊക്കെ പ്രോഗ്രാമിലോട്ട് ചെല്ലുമ്പം അത് എന്തായാലും സ്ട്രിങ്സ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, സോ അതൊക്കെ പ്രിന്റ് ചെയ്ത് തന്നു. സോ എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ 4 കൊടുത്തരം 4 എണ്ണവും ആക്സെപ്റ്റ് ചെയ്തു. എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ്. സോ ജാവയിൽ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആർഗ്സ് എന്ന് പറഞ്ഞാൽ എറേൻ്റെ അകത്ത്, ആർഗ്സ് എന്ന് പറഞ്ഞാൽ എറേ ഞാൻ പറഞ്ഞു ആർഗ്സ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ അത് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം. സോ ലെറ്റ് മീ ഷോ യു ദാറ്റ്. ചിലർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇതിൻ്റെ പേര് ആർഗ്സ് മാത്രമേ ആർഗ്സ് ആണ് എന്നൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല, യു ക്യാൻ ഗിവ് എനി നെയിം. സോ ഐ എം ഗോയിങ് ടു ഗിവ്, ഈ ആർഗ്സിൻ്റെ പേര് മാറ്റി കൊടുക്കുവാണേ, കമാൻഡ് ആർഗ്സ് എന്ന് ഞാൻ പേര് മാറ്റി കൊടുക്കുവാണ്, കമാൻഡ് _ആർഗ്സ്. എന്നാലും ഇവിടെയും നമ്മൾ അതിന് കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇവിടെ വരുത്തണേ. ഇവിടെ കമാൻഡ് _ആർഗ്സ് അതുപോലെ തന്നെ ഇവിടെയും കമാൻഡ് _ആർഗ്സ്. ഓക്കെ, അങ്ങനെ ഞാൻ ആ പേര് മാറ്റി. ഓക്കെ, സോ പേര് മാറ്റി ഞാൻ കമ്പൈൽ ചെയ്യാണ്. ദെൻ ഐ ആം ഗോയിങ് ടു എക്സിക്യൂട്ട് ഇറ്റ്. ഇതാ ഒരു വ്യത്യാസമില്ല, പ്രോഗ്രാം അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രോഗ്രാമിൻ്റെ അകത്ത് പേരൊക്കെ മാറ്റി കേട്ടോ, കമാൻഡ് ആർഗ്സ് എന്നാക്കി, ആർഗ്സിനെ മാറ്റി കമാൻഡ് ആർഗ്സ് ആക്കി. സോ അതാ ഞാൻ പറഞ്ഞത്, ആർഗ്സ് എന്ന് പറഞ്ഞ പേര് തന്നെ പാരാമീറ്റർ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല, എന്ത് പേരും കൊടുക്കാം. അത് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നമ്മൾ ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നത്, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആയിട്ട് എന്ത് പാസ് ചെയ്യുന്നതും അവിടെയാണ് അത് എത്തിച്ചേരുക. ഓക്കെ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, താങ്ക് യു.